ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക് കോൺഗ്രസിന്റെ DGP ഓഫീസ് മാർച്ചിനിടെ ഉണ്ടായ സംഘർഷത്തിൽ KPCC അധ്യക്ഷൻ K സുധാകരനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, K മുരളീധരൻ, ശശി തരൂർ എന്നിവരും പ്രതിപട്ടികയിലുണ്ട്. അഖിൽ ഷാ അൻസാർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ ഷാ, എന്തൊക്കെയാണ് FIRലെ വിവരങ്ങൾ? എത്ര പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് പ്രധാന നേതാക്കൾക്കെതിരെ? എന്താണ് പോലീസ് നൽകുന്ന വിവരം? വിജയകുമാർ, ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഈ പോലീസിന്റെ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് ഈ KPCC അംഗങ്ങൾ ഇത്തരത്തിൽ DGP ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തിയത്. ആ മാർച്ചിൽ വലിയ സംഘർഷങ്ങളാണ് ഈ പോലീസും അതുപോലെ തന്നെ പ്രവർത്തകരും തമ്മിലുണ്ടായത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രകോപനവും അതുപോലെ തന്നെ തിരിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണവും ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഈ ജലപീരങ്കിയും അതുപോലെ തന്നെ ടിയർ ഗ്യാസും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രയോഗിക്കുകയുണ്ടായിരുന്നു. വലിയ നാശനഷ്ടങ്ങൾ ഇതിന്റെ ഭാഗമായി ഉണ്ടായി. നിരവധി പ്രവർത്തകർക്കും പോലീസുകാർക്കും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർക്കും ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് പരിക്കേൽക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മൾ ഏറ്റവും പ്രധാനമായും എടുത്തു പറയുകയാണെങ്കിൽ ഈ KPCCയുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ VD സതീശൻ, അതുപോലെ തന്നെ ശശി തരൂർ, K സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഈ K സുധാകരൻ സംസാരിച്ചതിന് ശേഷം VD സതീശൻ സംസാരിക്കുന്നതിനിടെയാണ് ഈ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനം പോലീസിന് നേരെ ഉണ്ടാവുകയും അതിന് പിന്നാലെ അത് വലിയ ഇതിൽ ഈ നേതാക്കളുടെ പങ്ക് എന്താണെന്നാണ് FIRൽ പറയുന്നത്. ഇത് ഇവർ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന വേദിക്ക് സമീപം ഒരു ടിയർ ഗ്യാസ് ഷെല്ല് വന്ന് വീണ് പൊട്ടുന്നത് നമ്മളുടെ ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവരുടെ പങ്ക്, ഈ നേതാക്കൾ ഈ സംഘർഷത്തിൽ അവരെന്ത് തരത്തിൽ ഇടപെട്ടു എന്നാണ് ഈ FIRൽ പറയുന്നത്, അല്ലെങ്കിൽ പോലീസ് പറയുന്നത്? വിജയകുമാർ, പ്രധാനമായും പോലീസ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ളതാണ്. അത്തരത്തിൽ തന്നെ ഏറ്റവും പ്രധാനമായും പോലീസ് FIR ഉൾപ്പെടെ പറയുന്ന കാര്യം പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ള ഗുരുതരമായ വകുപ്പ് തന്നെയാണ് ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഒന്നാം പ്രതിയായി K സുധാകരനെ പ്രതി ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ ഈ ശശി തരൂർ, അതുപോലെ തന്നെ K സുധാകരൻ, ഈ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കളെയും പ്രതി ചേർത്ത് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഒപ്പം 500ഓളം കണ്ടാലറിയാവുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയും ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത 500ഓളം കണ്ടാലറിയാവുന്ന ആളുകളിലേക്കും ഈ കേസ് എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും തലസ്ഥാനത്ത് DGP ഓഫീസിന് മുന്നിൽ ഇന്ന് നമ്മൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കണ്ടത്. ഇതിന്റെ ഭാഗമായി ജലപീരങ്കിയും അതുപോലെ തന്നെ കണ്ണീർ വാതകവും ഒക്കെ വലിയ രീതിയിൽ പ്രയോഗിക്കുന്നതും കണ്ടിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു. വിജയകുമാർ, യെസ്, വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. കോൺഗ്രസിന്റെ DGP ഓഫീസ് മാർച്ചിനിടെ ഉണ്ടായ സംഘർഷത്തിൽ KPCC അധ്യക്ഷൻ K സുധാകരനാണ് ഒന്നാം പ്രതി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതുപോലെ പാർലമെന്റ് അംഗങ്ങൾ, ലോക്സഭാ അംഗങ്ങൾ K മുരളീധരൻ, ഡോക്ടർ ശശി തരൂർ തുടങ്ങിയവരൊക്കെ പ്രതിപട്ടികയിലുണ്ട്. ഇവർ പൊതുമുതൽ നശിപ്പിച്ചു എന്നാണ് ഇവർക്കെതിരായ FIRലെ വിവരം എന്നാണ് അഖിൽ ഷാ റിപ്പോർട്ട് ചെയ്യുന്നത്. അതോ പൊതുമുതൽ നശിപ്പിക്കാൻ പ്രേരിപ്പിച്ചു എന്നതാണോ? വകുപ്പ് ഒന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ 1ഉം 2ഉം 3ഉം പ്രതികളാക്കിയാണ് പോലീസിന്റെ FIR ഇപ്പോൾ വന്നിരിക്കുന്നത്. അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ നൽകിയത്.